പിതാവ് ഒത്തിരി ദിവസമായി റോമിൽ വന്നിട്ട് ഏറ്റവും പ്രധാന ഉദ്ദേശം പാപ്പായെ കാണുക എന്നുള്ളതായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളി ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ സ്ഥാനം കേരള ക്രൈസ്തവ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതിൽ നിൽക്കുന്നതാണ്. കാരണം KRLCCയുടെ ചെയർമാൻ എന്ന നിലയിൽ, KRLCBCയുടെ ചെയർമാൻ എന്ന നിലയിൽ, വൈസ് ചെയർമാൻ എന്ന നിലയിലൊക്കെ പിതാവ് വളരെ നല്ലൊരു സേവനം അനുഷ്ഠിച്ചു. മെത്രാൻ എന്ന് പറയുമ്പോൾ ഒരു ഇടയൻ എന്ന ഒരാശയമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആശയത്തിൽ വളരാനായിട്ട് പിതാവ് ശ്രമിച്ചു. ഏറ്റവും ആദ്യം പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒരു കൊച്ചച്ഛൻ എന്ന നിലയിൽ പിതാവ് തൻ്റെ ജീവിതം ആരംഭിച്ചു. പിന്നീട് കേരള പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം വരാപ്പുഴ അതിരൂപതയിലെ സോഷ്യൽ ഡയറക്ടർ എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചു. പിന്നീടാണ് ബാംഗ്ലൂർ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായി. പിന്നീട് ഉപരിപഠനത്തിന് ശേഷം തിരികെ നാട്ടിൽ വരുന്നു. കോട്ടപ്പുറം രൂപത സ്ഥാപിതമായപ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാൻ എന്ന നിലയിൽ പിതാവ് അഭിഷിക്തനായി തീർന്നു. നീണ്ട 23 വർഷക്കാലം പിതാവ് അവിടെ വളരെ വിശിഷ്ടമായ വിധത്തിൽ സേവനമനുഷ്ഠിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം 1 വർഷം പിതാവിൻ്റെ കീഴിൽ ഞാനും കൊടുങ്ങല്ലൂർ പള്ളിയിൽ വികാരിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കേരള കത്തോലിക്ക സഭയുടെ മാതൃരൂപതയായ വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി തീർന്നിരിക്കുന്നു. അവിടേക്ക് 3 വർഷം ആയി. ഇത്രയും നീണ്ട കാലത്ത് പൗരോഹിത്യ ജീവിതത്തിലും അതുപോലെ തന്നെ മെത്രാൻ എന്ന നിലയിലും പിതാവ് ആയിരിക്കുന്നു. പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ ഇപ്പോൾ നമ്മൾ റോമിൽ നിങ്ങളുടെ OSJ ഹൗസിലാണ്, ജനറലേറ്റ്. ഈ ഹൗസ് എന്നും എനിക്ക് ഏറ്റവും പ്രിയങ്കരം. പ്രത്യേകിച്ച് എൻ്റെ മെത്രാൻ പട്ടാഭിഷേകത്തിന് ശേഷമുള്ള കാലഘട്ടം 3 വർഷക്കാലം ആരംഭിച്ചതും അത് നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു ഞാൻ വസിച്ചത്. ആ ഒരു ബന്ധം എന്നെ പൊന്നുപോലെ, സ്വന്തം സഹോദരനെ പോലെ, പിതാവിനെ പോലെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ OSJ ഹൗസിലെ സുപ്പീരിയേഴ്സും ജനറലടക്കം അവിടെ വന്നിരുന്നപ്പോൾ ഉള്ള സ്നേഹം ഞാൻ അനുഭവിച്ച് അറിഞ്ഞതാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ വർഷം പരിശുദ്ധ പിതാവിനെ നേരിൽ കാണുക, പ്രത്യേകിച്ച് പുതിയ പാപ്പ എന്നുള്ള നിലയിലും ഫ്രാൻസിസ് എന്നുള്ള പേരിൽ ആയതുകൊണ്ട് ഞാനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ടും എങ്ങനെയായാലും കാണണം എന്നുള്ള അദമ്യമായ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ റോമിലേക്ക് വന്നത്. ഈ റോമിലേക്ക് വന്നപ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ എനിക്ക് സ്വാഗതം സ്നേഹവും ഒക്കെ തന്നത് സാമുവച്ചൻ വന്ന് എന്നെ കൊണ്ടുവന്നു. ഇവിടെ താമസിക്കുന്നു. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ വളരെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി തന്നെയാണ് ഞാനിവിടെ താമസിക്കുക. ഇവിടെ താമസിക്കുമ്പോഴാണ് ഞാൻ പരിശുദ്ധ പിതാവിനെ കാണാനുള്ള അവസരം ഉണ്ടായത്. ജോമിയച്ചൻ എന്നോട് ചോദിച്ചതുപോലെ പൗരോഹിത്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ സഞ്ചരിച്ചു എന്നുള്ള ബോധ്യം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആഴമായി തന്നെ അത് ഇന്നും കിടക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനയിൽ എന്നെ വളർത്തി സെമിനാരി മുതൽ റോമിലേക്ക് ഞാൻ അയക്കപ്പെടുന്നു. ഉപരിപഠനാർത്ഥം അമേരിക്കയിൽ പോകുന്നു. അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ നാട്ടിലേക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി മടങ്ങിയെത്തിയത്. ഇവിടെ ജോബി തന്നെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ എൻ്റെ ശുശ്രൂഷ നടന്നത് ജോബിയുടെ എൻ്റെ ഇടവക ഒച്ചന്തിരിച്ചിലാണ്. അവിടെ കിട്ടിയ ആദ്യത്തെ അനുഭവം അത് ഒരു ബാലപാഠങ്ങൾ, പൗരോഹിത്യ ജീവിത ശുശ്രൂഷയ്ക്ക് വേണ്ടതായ ബാലപാഠങ്ങൾ ലഭിച്ചു. അതിൽ നിന്ന് ഞാൻ വളർന്നു. അഭിവന്യ പിതാവിൻ്റെ, കേളന്ദ്ര പിതാവിൻ്റെ സെക്രട്ടറിയായി കേരള സഭയെക്കുറിച്ചും സഭാ നേതൃത്വത്തിൽ കഴിയുന്ന മെത്രാന്മാരോട് കൂടുതൽ അടുത്ത് നിന്ന് പെരുമാറുവാനും ഒക്കെയുള്ള അവസരവും അതൊരു ഭാഗ്യമായിട്ടാണ്
ഞാൻ കരുതുക. ഞാൻ മെത്രാൻ പട്ടം സ്വീകരിക്കുന്നതൊക്കെ അത് പടിപടിയായി എന്നെ ദൈവം വളർത്തുകയായിരുന്നു. എനിക്ക് എൻ്റെ പഠനകാലത്ത് ഉന്നത പഠനം നടത്തിയ അവസരത്തിൽ, റോമിൽ പഠിച്ച അവസരത്തിൽ ലഭിച്ച ആ അനുഭവം, ഇവിടെ മെൽറ്റിംഗ് പോട്ട് ഓഫ് വേരിയസ് കൾച്ചേഴ്സ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളാണ് എന്നോട് കൂടെ പഠിച്ചത്, ആഫ്രിക്കയിൽ നിന്ന്, എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും. അതെല്ലാം ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും അധികം അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടത്. അവിടെ നിന്നാണ് റോമിൽ ഇവിടെ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ദിവസം ജൂൺ 29 എനിക്ക് വിദ്യാനിയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ അമേരിക്കയിൽ ഫെയർഫീൽഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പോകുന്നത്. സോഷ്യൽ സൈക്കോളജി മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. ഇതെല്ലാം ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന എല്ലാ നന്മകളുമാണ്. ദൈവത്തിന് ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ ജനങ്ങളെ ശുശ്രൂഷിക്കുവാനും അവരുടെ സമഗ്രമായ വളർച്ച ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുവാനും ജനങ്ങളെ വിശദീകരിക്കുവാനും നയിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ ദൈവം ഉരുവാക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എന്നും ഞാൻ നന്ദിപൂർവ്വം തന്നെയാണ് അനുസ്മരിക്കുക. എനിക്ക് മെത്രാൻ പട്ടം ലഭിച്ച് കോട്ടപ്പുറം രൂപതയിലേക്ക് വന്നപ്പോൾ ഒത്തിരി ഭയപ്പാടുണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ പ്രവാചകൻ പരിഗണിക്കപ്പെടുന്നില്ല, പക്ഷേ ദൈവം മറിച്ചായിരുന്നു. അവിടുത്തെ ജനങ്ങളെല്ലാം എന്നെ സ്നേഹിച്ചു, എന്നെ സഹായിച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും എന്നെ സ്വന്തമായി ഞാൻ കരുതി, അവരും എന്നെ സ്വന്തമായി കരുതി. അവർക്ക് എല്ലായ്പ്പോഴും ബിഷപ്സ് ഹൗസിലേക്ക്, മെത്രാസിന് മന്ദിരത്തിലേക്ക് കടന്നു വരുവാനുള്ള അവകാശവും അവസരവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് 23 വർഷക്കാലം ഞാൻ കോട്ടപ്പുറം രൂപതയുടെ അജപാലന ധർമ്മം നടത്തിയത്. സമഗ്ര വിമോചനത്തിന്, ജനങ്ങളുടെ സമഗ്ര വിമോചനം ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം, മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന പാവപ്പെട്ട ജാതിമത വ്യത്യാസമില്ലാതെ ഉള്ള സ്ത്രീ സമൂഹത്തെ വിമോചനത്തിലേക്ക് നയിക്കുക, അവരെ നേതൃത്വ നിരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള ആ ലക്ഷ്യം എന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ 23 വർഷം കഴിഞ്ഞപ്പോൾ വലിയ മാറ്റമാണ് കോട്ടപ്പുറം രൂപതയിൽ സംഭവിച്ചത്. അത് ജാതിമത വ്യത്യാസമില്ലാതെ, ഏത് രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതും ദൈവം എന്നിൽ പ്രവർത്തിച്ച നന്മകൾ അല്ലെങ്കിൽ അനുഗ്രഹം വർഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ എന്നും ഉറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധ പിതാവിനെ കാണാൻ വന്ന ഈ നിമിഷം ദൈവം ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ച ദിവസം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സമ്മർ ടൈമിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക പരിപാടി അനുസരിച്ച് ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും പൊതുവായിട്ടുള്ള പരിപാടികൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കാലം, ജനറൽ ഓഡിയൻസ് പോലും ഇല്ലാത്ത കാലം, അവസരത്തിൽ എനിക്ക് ആ അവസാനത്തെ ദിവസം എനിക്ക് ലഭിച്ച പരിശുദ്ധ പിതാവിനോടൊപ്പം ബലിയർപ്പിക്കുവാൻ ലഭിച്ച അവസരം, ഞാൻ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിന് മുന്നിൽ എന്നും തലകുനിഞ്ഞ് നിൽക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും അതിൽ നിന്ന് ഉളവായ സന്തോഷം ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ അരികിൽ നിന്ന അവസരത്തിൽ ബലിയർപ്പണത്തിനായിട്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ, പാപ്പായുടെ അരികിൽ നിന്ന് ബലിയർപ്പിക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും വലിയ മനുഷ്യത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അരികിലാണ് ഞാൻ നിന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം പരിശുദ്ധ പിതാവിൻ്റെ അധികാരം അത് സേവനമായിട്ട്, ആ അധികാരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് കാണിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങളാണ് ആ ദിവ്യബലി മധ്യേ എനിക്ക് കാണാൻ സാധിച്ചത്. സ്വിസ് ഗാർഡിൽ നിന്ന് ഒരാൾ വന്ന് വായന നടത്തുന്നു, ഒരാൾ വന്ന് വിശ്വാസ പ്രതിവചന സങ്കീർത്തനവും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നു,
പരിശുദ്ധ പിതാവ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സാവധാനം നടന്ന് ആംബോയിലെത്തി, സുവിശേഷ ഗ്രന്ഥമിരിക്കുന്ന ആംബോയിലെത്തി അവിടെ നിന്ന് വചനം പ്രഘോഷിക്കുന്നു ലളിതമായ ഭാഷയിൽ. ഇത് കഴിഞ്ഞ് മണിമൂന്ന് സാധാരണ ഒരു വൈദികൻ ബലിയർപ്പിക്കുന്നത് പോലെ എല്ലാം സ്വയം സഹായിച്ചുകൊണ്ട്, വേറെ ആരും സെർമണി മാസ്റ്റർ ആരും തന്നെയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം ഇതുപോലെ ഒരു പാപ്പ ഇത്രയും ലാളിത്യത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനും ഇന്ന് ദർശിക്കുന്നത്. ഞാനിന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യ ദിവസം തന്നെ അദ്ദേഹം മട്ടുപ്പാവിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ വന്നു നിന്ന ആ രംഗം വിവരിക്കുന്ന അത് ഹൃദയസ്പർശിയാണ്. എല്ലാവരും കാത്തുനിന്ന ആ വ്യക്തി, പക്ഷേ പേര് ഒരുപക്ഷെ പരിചയമില്ലാത്ത പേര്. ആ ഏതാനും നിമിഷം മാത്രം എല്ലാവരും നിശബ്ദരായി നിന്നെങ്കിലും പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ പലരും ഫ്രാൻസിസ് സേവ്യറാണ് എന്ന് ചിന്തിച്ചെങ്കിലും ഫ്രാൻസിസ് അസീസി തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന വിധത്തിലുള്ള അടയാളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വചനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അവർക്ക് മനസ്സിലായത്. പിന്നീടുള്ള അടയാളങ്ങൾ കർദിനാൾമാരോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നു. അവിടെ അദ്ദേഹം താമസിച്ചിരുന്ന സാന്ത മാർത്ത ഭവനത്തിൽ മുറിയിൽ പോയി തൻ്റെ പെട്ടി, സ്വന്തം വസ്ത്രങ്ങളൊക്കെ അടക്കി വെച്ച് എന്നിട്ട് റിസപ്ഷനിലേക്ക് വരുന്നു. അവിടെ ബില്ല് പേ ചെയ്യാൻ വരും താമസിച്ചതിൻ്റെ. എല്ലാവരും അത്ഭുതസ്ഥരാക്കി പെരുമാറുന്ന ഒരു പാപ്പ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ് എന്ന് ദൈവം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും ഉള്ള പരിപാടികൾ, അദ്ദേഹം കണ്ടുമുട്ടുന്ന വ്യക്തികളോടുള്ള പെരുമാറ്റം, കുശലം പറയുന്നു. മറ്റ് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള മാർപ്പാപ്പമാർ അവരുടെ ജീവിതത്തിൽ അവർ പ്രകടിപ്പിക്കാത്ത അടയാളങ്ങളാണ്. ഏറ്റവും മനുഷ്യത്വം നിറഞ്ഞു നിൽക്കുന്ന ഹ്യൂമൻ പാർട്ട്. അത് എത്ര അധികാരം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായാലും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ലോകം ദർശിച്ച ഏറ്റവും വലിയ നന്മ ഹ്യൂമൻ പാർട്ട്, മനുഷ്യത്വം. അതാണ് തൻ്റെ പക്കലേക്ക് കടന്നുവെന്ന് എല്ലാ മനുഷ്യരെയും സ്വീകരിച്ചു, ആരെയും തടഞ്ഞില്ല. ശിഷ്യന്മാർ തടയാൻ പോയപ്പോൾ അവരെ ശാസിച്ചു, കുട്ടികൾ മറ്റുള്ളവരൊക്കെ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ കാരുണ്യം നിറഞ്ഞ ജീവിതം, ക്രിസ്തുവിൻ്റെ ജീവിതം അദ്ദേഹം അനുകരിക്കുന്നത് പോലെ തോന്നിപ്പോകും. പിന്നെ കർത്താവ് പാവപ്പെട്ടവരോടും പാർശ്വവത്കരിക്കപ്പെട്ടവരോടും തിരസ്കരിക്കപ്പെട്ടവരോടും കൂടെ പോയി സഞ്ചരിക്കുകയും അവരുടെ കൈപിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പ്രവർത്തിച്ചു മാതൃക കാണിച്ച ക്രിസ്തുവിൻ്റെ ജീവിതം ഇദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിതാവ് സൂചിപ്പിച്ചു പരിശുദ്ധ പിതാവിൻ്റെ പുതിയ നവീനമായ ആശയങ്ങൾ, പഴയ ആശയങ്ങളാണെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെതായ ഒരു പ്രത്യേക ശൈലിയിൽ അത് കൂടുതൽ വ്യക്തമാകത്തക്ക വിധത്തിൽ പിതാവ് തൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുകയും ഈ ആശയങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ വളരെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ജനങ്ങൾക്ക് വളരെയധികം പ്രശംസ പിടിച്ചു പറ്റത്തക്ക വിധത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ആശയങ്ങളെ ഇന്ത്യയിലെ ക്രൈസ്തവ നേതൃത്വം അത് എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? ഒരുപക്ഷെ നമ്മളുടെ ഭാരത ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക് പ്രത്യേകം ഒരു ചൈതന്യവും വലിയ പ്രചോദനാത്മകമായ നേതൃത്വമായിട്ട് തന്നെ കാണണം. പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തെ കൂടുതൽ അടുത്ത് സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പങ്കുവയ്ക്കലിൻ്റെ ജീവിതമാണ്. അധികാരം പങ്കുവയ്ക്കലിൻ്റെ, ലാളിത്യത്തിൻ്റെ, സേവന തൽപരതയോടുകൂടി എല്ലാവരെയും മനുഷ്യരായി കാണാൻ, എല്ലാ മനുഷ്യരിലും
അവർ വ്യക്തികളാണ്. അത് ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലും രൂപീകരിക്കപ്പെട്ടവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള ആശയം ശക്തമായി സൂക്ഷിക്കുന്ന ഈ പാപ്പായുടെ ജീവിതം ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, ലോകത്തിലെ എല്ലാ സഭയ്ക്കും സഭാധ്യക്ഷന്മാർക്കും വലിയ മാതൃകയായിട്ട് എന്നും കരുതണം. അങ്ങനെ ഇന്ന് വരെയും നമ്മൾ സഭാധ്യക്ഷന്മാരും പുരോഹിതന്മാരും അധികാരം വിനിയോഗിക്കുന്നതിൽ മാറ്റം ഒരു കാലഘട്ടമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ശക്തമായ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് അതിനെ നാം കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധ പിതാവ് കഴിഞ്ഞിടക്ക് തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, വൈദികര് പുരോഹിതന്മാർ ആളുകളുടെ രോമത്തിൽ തഴുകുന്നവരായാൽ പോരാ, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരായി തീരണം എന്നുള്ളൊരാശയം പങ്കുവയ്ക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അഭിമന്യ പിതാവ് കിഡ്സിൻ്റെ സ്ഥാപകനാണ്, ശരിക്കും പറഞ്ഞാൽ സ്ഥാപകനാണ്. കോട്ടപ്പുറം രൂപതയിൽ കിഡ്സ് ചെയ്തിരിക്കുന്ന ഉപവിപ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വളരെയധികം പ്രശംസിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ കിഡ്സിൻ്റെ സ്ഥാപനത്തിന് ഒരു പക്ഷെ പിതാവിനെ പ്രേരിപ്പിച്ചിരിക്കുക, പിതാവ് ആദ്യം പറഞ്ഞതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള നമ്മുടെ സമീപനമാണ്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ പാവപ്പെട്ടവരോടൊപ്പമായിരിക്കുവാനുള്ള നമ്മുടെ ആ ഒരു ദൗത്യത്തെ പിതാവ് എങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷെ പരിശുദ്ധ പിതാവ് ഇന്നത്തെ ലോകത്തെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയെ നയിക്കുന്ന മെത്രാന്മാരെ കുറിച്ചും വൈദികരെ കുറിച്ചും ചിന്തിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോഴും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാതെ സ്വന്തം ഭവനങ്ങളിൽ സുഷുപ്തിയിൽ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് അദ്ദേഹം കൂടുതൽ കാണുന്നത്. അതല്ല, ഒരിടയൻ ആടുകളോടൊപ്പം അവരെ ആടുകളെ ശുശ്രൂഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് മുറിവേറ്റതിന് വച്ചുകെട്ടി കഴിയേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ ആടുകളോടൊപ്പം കഴിയുന്ന ഇടയന്മാർക്ക് മാത്രമേ ആടിൻ്റെ ചൂരുണ്ടാവുള്ളൂ, ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഭവനങ്ങളിലേക്ക് കഴിയുന്ന, അവിടെ പ്രായാധിക്യത്തിൽ കഴിയുന്ന വ്യക്തികൾ, ഇന്ന് പ്രത്യേകിച്ച് മക്കൾ തിരസ്കരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, വേദനിക്കുന്ന രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന എത്ര പുരോഹിതന്മാരുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരമെന്നോണായിരിക്കണം പരിശുദ്ധ പിതാവ് ഇതുപോലെ പറയുക. നിങ്ങൾ ഗോ ടു ദി ഔട്ട്സ്കേർട്സ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോകുക, മറ്റുള്ള സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി അകന്ന് ജീവിക്കുന്ന തിരസ്കൃതരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ആരാലും സ്നേഹിക്കപ്പെടാത്ത വ്യക്തികളുടെ അടുക്കിലേക്ക് പോയി അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുമായി പങ്കുവയ്ക്കുക ആണ് പരിശുദ്ധ പിതാവ്, പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തിലെ വ്യാഴാഴ്ച ക്രിസ്മസ് മാസിൻ്റെ സമയത്ത് പുരോഹിതന്മാർക്കായി നൽകിയ പ്രഭാഷണത്തിൽ, സുവിശേഷ പ്രഭാഷണത്തിൽ ശക്തമായ ഭാഷയിൽ പറഞ്ഞത്. അപ്പോൾ പുരോഹിതന്മാർ, മെത്രാന്മാർ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട അജഗണങ്ങളെ സ്നേഹിക്കണം, കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലണം, മറ്റുള്ള അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. അദ്ദേഹം കർദിനാളായിരിക്കുന്ന കാലത്ത് തന്നെ തൻ്റെ വൈദികരോട് പറഞ്ഞത്, നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ തകര കുടിലുകളിൽ താമസിക്കുന്ന ജനങ്ങളിലേക്ക് അവിടെ പോവുക, അവരുടെ ഇടയിൽ ചെന്ന് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക. അപ്പോൾ ആരോ വൈദികൻ ചോദിച്ചു, പിതാവേ, അങ്ങനെയെങ്കിൽ അങ്ങനെ വൈദികരെല്ലാം അങ്ങോട്ട് പോയാൽ ദേവാലയത്തിലേക്ക് ആര് വരും? അപ്പോൾ കർദിനാളായിരുന്ന ബെർഗോളിയെ ചോദിച്ചു, ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ദേവാലയത്തിലേക്ക് വരാൻ മാത്രമല്ല, ദൈവത്തോട് കൂടുതൽ അടുത്തു വരാനും ദൈവത്തെ അനുഭവിക്കുവാനും തക്ക വിധത്തിൽ വൈദികർ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ ബലിയർപ്പിച്ച് അവർക്ക് കർത്താവിനെ നൽകുക എന്നാണ് പരിശുദ്ധ പിതാവ് ലോകം മുഴുവനുള്ള വൈദികരെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം, കരുണാർദ്രമായ സ്നേഹം, അത് നമ്മുടെ സുഖപ്രദമായിട്ടുള്ള സുഖസമ്പന്നമായ ജീവിതത്തിലല്ല, അതെല്ലാം ഉപേക്ഷിച്ച് ത്യാഗം അനുഷ്ഠിച്ച്
ജനങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുവാനും അവരിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് കാണിക്കുവാനും ഉള്ള ഒരു ആശയമാണ് പരിശുദ്ധ പിതാവ് മനസ്സിലാക്കി നൽകുക. പരിശുദ്ധ പിതാവ് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്ത് നേരത്തെ പിതാവ് സൂചിപ്പിച്ചതുപോലെ മട്ടുപ്പാവിൽ വന്നുകൊണ്ട് ആദ്യം തന്നെ ജനങ്ങളോട് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ കുമ്പിടുന്നു. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന പെസഹ വ്യാഴാഴ്ച ഒരു ജയിലിൽ പോയി അവിടുത്തെ തടവ് പുള്ളികളുടെ കാല് കഴുകുന്നു. ഈ കഴിഞ്ഞ ദിവസം പരിശുദ്ധ പിതാവിയുടെ അടുത്തുള്ളൊരു ദ്വീപിൽ പോയി അവിടുത്തെ അഭയാർത്ഥികളുമായിട്ട് ദിവസം പങ്കിട്ടു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരിക. ഈ സമയത്ത് അഭിമന്യ പിതാവ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ചിരിക്കുന്ന അഭിമന്യ പിതാവ് ആ വിശുദ്ധന്റെ ഏതൊരു പുണ്യത്തിനാണ് കൂടുതൽ ഒരു പ്രാധാന്യം നൽകുന്നത്? എനിക്കും ആദ്യം മുതൽ ഈ ഫ്രാൻസിസ് അസീസിയോട് ഒത്തിരി സ്നേഹമായിരുന്നു. നല്ലൊരു വിശുദ്ധൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എളിമയും ലാളിത്യവും. ഞാൻ ഒന്നുമല്ല പവറല്ലോ എന്നാണല്ലോ അദ്ദേഹം വിളിച്ചിരുന്നത്. അപ്പോൾ ആ എളിമയുടെ മാതൃകയേറ്റവും ദാരിദ്ര്യത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ആ ഒരു ഗുണമാണ്, ആ ഒരു നന്മയാണ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുക്കുവാൻ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഒത്തിരിയേറെ സന്തോഷം എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ലെങ്കിലും അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു. പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കേണ്ടവരാണ് നാം. കാരണം എല്ലാ ദൈവത്തിൻ്റെ സൃഷ്ടി, അവരെ സ്നേഹിക്കുക, അവരെ നോക്കിക്കാണുക, അവരെ അതിൽ നിന്ന് സന്തോഷം ഉളവാക്കുക. ഇങ്ങനെയുള്ള ആ ഒരു അനുഭവമാണ് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ലഭിക്കും. പിതാവ് സന്യസ്തരോടും സന്യാസ ജീവിതത്തോടും ഒക്കെ വളരെ ആഭിമുഖ്യമുള്ള ഒരു പിതാവാണ്. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം, സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഈ സന്യാസ ജീവിതത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭാരതത്തിലും പ്രത്യേകിച്ച് കേരള സഭയിലും സന്യാസികൾ, പ്രത്യേകിച്ച് പുരുഷന്മാരും സ്ത്രീകളും സമർപ്പിതർ, ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോവുക. ഓരോരുത്തരുടെയും കാരിസം അനുസരിച്ച് അവർ അപ്പസ്റ്റോലികമായിട്ടുള്ള സേവനത്തിലൂടെ, ശുശ്രൂഷയിലൂടെ അവർ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഓരോരുത്തരും അവരുടേതായ കോൺഗ്രിഗേഷൻ്റെ, സമൂഹത്തിൻ്റെ നിയമങ്ങളും മറ്റ് സംഘടിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇന്നത്തെ ലോകത്തിന് തക്ക വിധത്തിൽ അവർക്ക് കിട്ടേണ്ട സാക്ഷ്യം, ജീവിത സാക്ഷ്യം സന്യാസ ജീവിതം നയിക്കുന്നവരിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ഒരുപക്ഷെ കാരണം ഇന്നത്തെ ആധുനിക ലോകത്തിൽ സംലഭ്യമായിട്ടുള്ള സുഖസൗകര്യങ്ങളും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സ്വാധീനവും ഇവരുടെ സന്യാസ ജീവിതത്തിലേക്കും കടന്നു വരുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു വരിക. അപ്പോൾ സന്യാസികളായിട്ടുള്ള എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും, പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങളിൽ നോവിസസിന് വേണ്ടി അല്ലെങ്കിൽ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനു വേണ്ടി നടത്തിയ കുർബാനയും അദ്ദേഹം പ്രസംഗമധ്യേ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിരിക്കരുത്. നോട്ട് ദി ഉൾത്തിമ മൊഡേലോ, നോട്ട് ദി മോസ്റ്റ് മോഡേൺ വെഹിക്കിൾ, അതായിരിക്കരുത് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ നോക്കിക്കാണുന്ന മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് സാക്ഷ്യമായിരിക്കില്ല, എതിർ സാക്ഷ്യമായിരിക്കാം വരുന്നത് എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ദാരിദ്ര്യരൂപി ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സർവസംഘപരിത്യാഗിയായ യേശുവിനെ അറിയാനും അനുഭവിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമുള്ള വ്യക്തികളെന്ന നിലയിൽ ഇതുപോലുള്ള മാതൃക കൂടുതൽ ഈ കാലഘട്ടത്തിൽ ആധുനിക ലോകത്തിൽ കാണിക്കുവാൻ ബാധ്യതയും കടമയും ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായിട്ട് ഇന്നത്തെ സന്യാസ സമൂഹം ഉയർന്നു. പിതാവ് പറഞ്ഞു, ഈ ആധുനിക സംസ്കാരവും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ സന്യാസ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് വളരെയധികം കടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് പറയാം, സാധാരണ വിശ്വാസികളുടെ ജീവിതത്തിലേക്കും ഇന്ന് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇത് വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട്.
ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, പ്രത്യേകിച്ച് ക്രൈസ്തവ മതത്തിൻ്റെ അവസ്ഥയും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്വാധീനത്താൽ ഇന്ത്യയിലെ ക്രൈസ്തവ ജീവിതവും ഈ യൂറോപ്പിലെ സാംസ്കാരിക തകർച്ച നേരിടുന്നത് പോലെ ഇന്ത്യയിലും അങ്ങനെ ഒരു തകർച്ച നേരിടുവാനുള്ള സാധ്യത പിതാവ് കാണുന്നത്? ഒരുപക്ഷേ ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിൽ കാണുന്ന പ്രത്യേകിച്ച് ഗ്ലോബലൈസ്ഡ് വേൾഡ്, ആഗോളവൽക്കരണം നടക്കുന്നു. ഓരോരുത്തരും ആഗോളീകരിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറിയിരിക്കും. യൂറോപ്പിലും അമേരിക്കയിലും എന്തെല്ലാം നടക്കുന്നുവോ, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഓരോ വ്യക്തിയിലേക്കും കടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണതഫലമായിട്ട് വിശ്വാസം ക്ഷയിക്കും. പ്രാർത്ഥിക്കുവാൻ സമയമില്ല. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. മാധ്യമ സംസ്കാരം കൊണ്ടുവരുന്ന അത്യാകർഷകമായ പരിപാടികൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ എല്ലാം മറന്നു പോകുന്നു. എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. അപ്പോൾ ആ പ്രാർത്ഥനയെല്ലാം ഉപേക്ഷിച്ച് അതിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് ഇതുപോലുള്ള തകർച്ചയിലേക്ക് മനുഷ്യർ കടന്നു പോകുക. അത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും അതുതന്നെ ആഗോളീകരിക്കപ്പെട്ട മനുഷ്യനെന്നുള്ള നിലയിൽ ഇന്ത്യയിലും എല്ലാ ഭവനങ്ങളിലും